ഏതൊരു പ്രോഗ്രാം ആണെങ്കിലും ഒരു സീരീസ് ഓഫ് സെഷൻസ് നടക്കുന്ന സ്ഥലത്ത് ഏറ്റവും അപകടകരമായ സ്ഥലമാണ് ഒന്ന് ആ പരിപാടി തീരാൻ പോകുമ്പോൾ ലാസ്റ്റ് സെഷൻ, പിന്നൊന്ന് ഊണ് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സെഷൻ. അപ്പോൾ ഇതിനകത്ത് ക്രിയേനെ സംബന്ധിച്ച് ഞാനൊരു ഗസ്റ്റ് അല്ലാത്തത് കൊണ്ടാണ് നമ്മളിതിൽ ഏറ്റവും അവസാനത്തെ സെഷൻ തിരഞ്ഞെടുത്തത്. കാരണം ഞാൻ ഈ പദ്ധതിയുടെ കൂടെ ഉടനീളം സഞ്ചരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. നജീബ്ക്ക് അനുവദിക്കുമെങ്കിൽ ഞാനൊരു സിവിൽ സർവീസിൻ്റെ ഒരു അധ്യാപകനാണ്. ഞാൻ സാധാരണഗതിയിൽ പഠിപ്പിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളിൽ ഞാൻ ഇന്ത്യൻ ഭരണഘടന സിവിൽ സർവീസിന് വേണ്ടി പഠിപ്പിക്കാൻ വേണ്ടി യാത്ര ചെയ്യുന്നുണ്ട്. സോഷ്യോളജി ഓപ്ഷണൽ സബ്ജക്റ്റ് ഞാൻ പഠിപ്പിക്കാറുണ്ട്. പൊളിറ്റിക്കൽ സയൻസ് ഓപ്ഷണൽ സബ്ജക്റ്റ് ഞാൻ പഠിപ്പിക്കാറുണ്ട്. സിവിൽ സർവീസിൽ ജോഗ്രഫി ഒഴികെയുള്ള എല്ലാ വിഷയങ്ങളും ഞാൻ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ സിവിൽ സർവീസിനെ പറ്റി സംസാരിക്കാനുള്ള എൻ്റെ പ്രാഥമികമായ യോഗ്യത ഇതാണ്. അപ്പോൾ നിങ്ങൾ സിവിൽ സർവീസ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റി ആണ് ആദ്യം നമ്മൾ സംസാരിക്കേണ്ടത്. കാരണം ഒരു ശരാശരി മലയാളിയെ സംബന്ധിച്ച് സിവിൽ സർവീസ് എന്ന് പറയുമ്പോൾ IAS ആണ്. സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ IAS മാത്രമല്ല, IAS ഉൾപ്പെടെ 24 സർവീസുകളിലേക്ക് നടക്കുന്ന ഒരു കോമൺ എക്സാമാണ് സിവിൽ സർവീസ്. സിവിൽ സർവീസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ള അടിസ്ഥാന യോഗ്യത പൂർത്തിയാക്കിയവർ എന്ന നിലയിലാണ് നിങ്ങളെ ഇന്ന് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. അതായത് സിവിൽ സർവീസിന് വേണ്ടി നമ്മൾ അടിസ്ഥാനപരമായി പൂർത്തിയാക്കിയിരിക്കേണ്ടത് ഡിഗ്രിയാണ്. നിങ്ങൾ ഗ്രാജുവേറ്റ് ആയിരിക്കുക എന്നുള്ളതാണ് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായ യോഗ്യത. അപ്പോൾ അവിടെ നിങ്ങൾ നോക്കുക, നമ്മുടെ ബ്രിട്ടീഷ് കാലം മുതലേ ഉള്ള വളരെ മെച്വേർഡായ ഒരു സർവീസാണ് നമ്മുടെ സിവിൽ സർവീസ്. നമ്മുടെ രാഷ്ട്രീയക്കാരുടെ പഴക്കം അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ പഴക്കം സ്വതന്ത്ര ഇന്ത്യയിൽ ഈ 75 വർഷമാണെങ്കിൽ നമ്മുടെ ബ്യൂറോക്രസി ബ്രിട്ടീഷുകാരുടെ കൂടെ മുതലേ ഇവിടെ ഉള്ളതാണ്. അത് ഏതാണ്ട് അതേ സ്ട്രക്ചറിലും ഫോമിലും തന്നെ ഇപ്പോഴും തുടരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ബ്യൂറോക്രസി വളരെ മുമ്പോട്ട് പോയ ഒരു സംഗതിയാണ്. അപ്പോൾ ആ ബ്യൂറോക്രസിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വളരെ സിഗ്നിഫിക്കൻ്റ് ആയ അധികാരം കൈയാളുന്ന ഒരു പദവിയിലേക്ക് എത്തുക എന്നുള്ളതും കൂടെയാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ സിവിൽ സർവീസ് പരീക്ഷ ജയിക്കുന്നതിന് ഒരു ജോലി കിട്ടുക, ഒരു കരിയർ ഉണ്ടാക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരുപാട് സാമൂഹ്യമായിട്ടുള്ള പ്രസക്തി കൂടെയുണ്ട്. ഇപ്പോൾ ഓരോരുത്തരും സിവിൽ സർവീസിലേക്ക് എത്തുന്നത് ഒരു സമൂഹത്തെ, ഒരു സമുദായത്തെ, ഒരു വിഭാഗത്തെയൊക്കെ പ്രതിനിധീകരിച്ചുകൊണ്ടുകൂടെയാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ ഏതെങ്കിലും ഒരു ജോലി നേടുന്നത് പോലെയല്ല ഒരാൾ സിവിൽ സർവീസ് നേടുന്നത്. ഒരാൾ സിവിൽ സർവീസ് നേടുന്ന സമയത്ത് സ്വാഭാവികമായും അത് ആ പ്രദേശത്തെയും അയാൾ ഉൾപ്പെടുന്ന സമൂഹത്തെയും ഒക്കെ വലിയ തോതിൽ മാറ്റാൻ പറ്റുന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെ സിവിൽ സർവീസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ഒരാൾ എടുക്കുന്ന തീരുമാനം അവർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ നാടിനും അവരുൾപ്പെടുന്ന സമൂഹത്തിനും വേണ്ടി കൂടെയാണ്. അതുകൊണ്ട് ഇതിന് കുറച്ചുകൂടെ ഗൗരവമായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ആവശ്യമാണ്. ഈ ജോലിക്ക് ആളുകളെ തിരഞ്ഞെടുക്കുന്നതിന് കുറച്ചുകൂടെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരു സെലക്ഷൻ പ്രൊസീജിയർ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ഫോളോ ചെയ്യുന്നതൊക്കെ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടാണ്. കാരണം നിങ്ങളുടെ കയ്യിൽ സിഗ്നിഫിക്കൻ്റ് ആയ, അതായത് എ പെൻ സ്ട്രോക്ക് ഓഫ് യോഴ്സ് ക്യാൻ ചേഞ്ച് ലൈഫ്സ് ഓഫ് മൾട്ടി മില്യൺസ്. ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതം മാറ്റാൻ നിങ്ങളുടെ ഒരു ഒപ്പിന് സാധിക്കും. ആ ഒപ്പിടാൻ നിങ്ങളെ പ്രാപ്തരാക്കണമെങ്കിൽ, അതിനു വേണ്ടുന്ന ആളുകളായിട്ട് നിങ്ങളെ തിരഞ്ഞെടുക്കണമെങ്കിൽ അവർ സ്വാഭാവികമായും ഒരു കോംപ്ലിക്കേറ്റഡ് ആയ ഒരു സെലക്ഷൻ പ്രൊസീജിയറിലൂടെ കടന്നു പോവും. സിവിൽ സർവീസിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ അത്തരത്തിലൊന്നാണ്. ആളുകളെ പലപ്പോഴും സിവിൽ സർവീസ് എന്ന് അകറ്റി നിർത്തുന്നതും അതിൻ്റെ ഈ സെലക്ഷൻ പ്രൊസീജിയറിൻ്റെ ഡ്യൂറേഷനും കോംപ്ലിക്കേഷനുമാണ്. കാരണം 1 വർഷം നീളുന്ന ഒരു സെലക്ഷൻ പ്രൊസീജിയർ, 3 ഘട്ടങ്ങളിലായി നടക്കുന്ന ഒരു സെലക്ഷൻ പ്രൊസീജിയർ. അപ്പോൾ അത് എന്താണെന്നുള്ളതും അതിൽ എങ്ങനെയാണെന്നുള്ളതുമാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്, ഏറ്റവും ബേസിക്കായിട്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക, സിവിൽ സർവീസ് 3 ഘട്ടങ്ങളിലായി നടക്കുന്ന ഒരു പരീക്ഷയാണ്. ആദ്യ ഘട്ടം പ്രിലിമിനറി. പ്രിലിമിനറി എന്ന് പറയുമ്പോൾ 2 പേപ്പറുകളാണ് പ്രിലിമിനറി എക്സാമിലുള്ളത്. ആദ്യത്തതിനെ ജനറൽ സ്റ്റഡീസ് എന്ന് പറയും, രണ്ടാമത്തതിനെ സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അഥവാ CSAT എന്ന് പറയും. ഈ എക്സാമിന് ഒരുമിച്ച് ചേർത്ത് പറയുന്ന പേരും CSAT എന്നാണ്. പക്ഷെ അതിൽ രണ്ടാമത്തെ പേപ്പറാണ് ആ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്.
ആദ്യത്തെ പേപ്പറിൽ നിങ്ങൾ ജനറൽ സ്റ്റഡീസ് ആണ് നിങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ ജനറൽ സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ അതിൽ ഉൾപ്പെടുന്ന കാര്യം, നിങ്ങൾ സിവിൽ സർവീസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഉള്ള കാര്യങ്ങളുടെ 70% പഠിച്ച് തീർന്നിരിക്കുന്നവരാണ്. ആ തിരിച്ചറിവാണ് ജനറൽ സ്റ്റഡീസിനെ പറ്റിയുള്ള നിങ്ങളുടെ ആദ്യത്തെ തിരിച്ചറിവ്. കാരണം 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള NCERTയുടെ സാമൂഹ്യ പാഠപുസ്തകം സോഷ്യൽ സ്റ്റഡീസിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് സിവിൽ സർവീസ് സിലബസ് കാർവ് ചെയ്തിരിക്കുന്നത്. വിച്ച് മീൻസ് ജനറൽ സ്റ്റഡീസിൻ്റെ സിലബസ് നമ്മളെല്ലാവരും സ്കൂളുകളിൽ തന്നെ ഏതാണ്ട് പൂർത്തിയാക്കുന്നുണ്ട്. പക്ഷേ സ്കൂളിൽ നമ്മളതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണോ പഠിക്കുന്നത് എന്നുള്ളത് മാത്രമാണ് ഇതിലെ പ്രശ്നം. സ്കൂളുകളിൽ നമ്മൾ ഇതിൻ്റെ സീരിയസ്നെസ് പലപ്പോഴും, നിങ്ങൾ നോക്കുക, സോഷ്യൽ സ്റ്റഡീസിന് മാർക്ക് കുറഞ്ഞതുകൊണ്ട് നമ്മൾ ഒരു കുട്ടീനും ചീത്ത പറയാറില്ല. കണക്കിന് മാർക്ക് കുറയുമ്പോൾ മാത്രമാണ് നമ്മുടെ വീട്ടിലെ ആളുകൾക്ക് ചെറിയൊരു അങ്കലാപ്പ് ഉണ്ടാവുക. ഒരിക്കലും അവർ നിങ്ങൾക്ക് സോഷ്യൽ സ്റ്റഡീസിന് മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങളെ ചീത്ത പറയില്ല. അല്ലെങ്കിൽ ഹിസ്റ്ററിയോ ജോഗ്രഫിയോ ഒന്നും ആ പ്രാധാന്യത്തോടുകൂടി നമ്മൾ കാണുന്നുമില്ല. നമുക്കത് കാണാതെ പഠിക്കാനുള്ള ഒരു സാധനമാണ്. അപ്പോൾ നമ്മളത് കാണാതെ പഠിക്കുന്നു, പരീക്ഷയ്ക്ക് ശേഷം ഉപേക്ഷിക്കുന്നു. ഇപ്പോൾ 10ാം ക്ലാസ് കഴിയുമ്പോൾ പുസ്തകം മുകളിലേക്ക് എറിയുന്ന ഒരു ചടങ്ങുണ്ട്. അന്നേരം ഞാനൊക്കെ ആദ്യം എടുത്തെറിഞ്ഞ പുസ്തകം ഹിസ്റ്ററിയാണ്. കാരണം ഒരാവശ്യമില്ലെങ്കിൽ പിന്നെ ഈ സാധനം നമുക്കൊരു കാര്യം ഉണ്ടാവില്ല എന്നുള്ളതിനെ പറ്റി അന്നേ നമുക്കൊരു ധാരണയുണ്ടായിരുന്നു. ഓക്കെ, അലക്സാണ്ടറുടെ കുതിരയുടെ പേര് ബ്യൂസിഫാലസ് എന്നാണെന്ന് അറിഞ്ഞതുകൊണ്ട് എന്താണ് ഗുണം എന്നാണ് നമ്മൾ അന്ന് ചിന്തിച്ചിരുന്നത്. അപ്പോൾ ഇത് ജീവിതത്തിൽ എന്തെങ്കിലും പ്രസക്തിയുള്ള സാധനമാണെന്ന് തിരിച്ചറിയാതെ അത് പഠിക്കുന്നത് കൊണ്ടാണ് ഈ ജനറൽ സ്റ്റഡീസിൻ്റെ സബ്ജക്റ്റ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിട്ടും നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാർക്ക് സിവിൽ സർവീസ് അത്രയൊന്നും കിട്ടാത്തത്. കാരണം നമ്മൾ ഈ സാധനത്തിനെ അതിൻ്റെ ഗൗരവത്തോടു കൂടി അല്ല പഠിക്കുന്നത്. ഈവൻ കോളേജുകളിൽ പോലും നമ്മൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പഠിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അപ്പോൾ ജനറൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞ ഈ ആദ്യത്തെ പേപ്പർ 200 മാർക്കിലാണ് പരീക്ഷ നടക്കുക. 100 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അതിനകത്ത് ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, സിവിക്സിന് ഇവിടെ പോളിറ്റി എന്ന് പറയും, പോളിറ്റി, അതുപോലെ തന്നെ എക്കോളജി ആൻഡ് എൻവയോൺമെൻറ്റ്, പിന്നെ കറണ്ട് അഫയേഴ്സ്. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ വിഷയങ്ങളുടെ കറണ്ട് അഫയേഴ്സിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. സയൻസ് ആൻഡ് ടെക്നോളജി ഇതുപോലുള്ള ഡെവലപ്മെൻറ്റ്സ് എന്താണോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ലോകത്ത് ആ കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങളിവിടെ സയൻസ് പഠിക്കുന്ന എത്ര പേരുണ്ട്? കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായത്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായത് എന്നുള്ള പ്രശ്നം ബ്രിട്ടീഷുകാർ എന്നോ പരിഹരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇൻ്റർനെറ്റിൽ പോയി ഗൂഗിൾ ചെയ്ത് നോക്കുമെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രശ്നത്തിൻ്റെ എന്താണ് എഗ് ചിക്കൻ പാരഡോക്സിന് നിങ്ങൾക്ക് എന്ത് കിട്ടും? കൃത്യമായ ഉത്തരം കിട്ടും. നിങ്ങൾ സയൻസ് പഠിക്കുന്നു എന്നല്ലാതെ ഈ നാട്ടിൽ എന്താ നടക്കുന്നതെന്നുള്ളതിനെ പറ്റി പഠിക്കാത്തതിൻ്റെ ഒരു വലിയ പരാധീനതയാണിത്. അതുകൊണ്ട് തന്നെ സ്കൂളിൽ സയൻസ് പഠിച്ചാൽ പോരാ, കോളേജിൽ സയൻസ് പഠിച്ചാൽ പോരാ, ആ സയൻസ് എവിടെ എത്തി നിൽക്കുന്നു എന്ന് പത്രം വായിക്കുകയും കൂടെ ചെയ്താൽ നിങ്ങൾ ഈ പഠിച്ച സയൻസ് കൊണ്ട് നിങ്ങൾക്ക് സിവിൽ സർവീസ് എഴുതാം. അതല്ലെങ്കിൽ സിവിൽ സർവീസിലേക്ക് പോകാൻ നമുക്ക് എന്ത് പോരാ? കോളേജിൽ നമ്മൾ പഠിച്ച ആ സ്റ്റാറ്റിക് ആയ സയൻസ് പോരാ, അതിനപ്പുറം ശാസ്ത്രം എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമ്മൾ നോക്കണം. അത് കൃത്യമായി ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായി കണ്ടുപിടിക്കുന്ന ഒരു ജീൻ എഡിറ്റിംഗ് ടൂളിനെ പറ്റി പോലും സിവിൽ സർവീസ് എക്സാമിൽ ചോദ്യമുണ്ടാവും. ഇൻഡ്യൂസ്ഡ് പ്ലൂരി പൊട്ടൻസിയെ പറ്റി അവർ ചോദ്യം ചോദിക്കും. നിങ്ങൾ ബോട്ടണിയോ സുവോളജിയോ പഠിച്ചവരായിരിക്കാം, പക്ഷേ നിങ്ങൾ അതെങ്ങോട്ട് പോകുന്നു എന്ന് പത്രങ്ങളിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കുന്നില്ല എങ്കിൽ സിവിൽ സർവീസിന് ആ അറിവ് പ്രയോജനപ്പെടില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങൾ പഠിച്ചിരിക്കുക. ഇതിൻ്റെ അടിസ്ഥാനം ഈ NCERT ടെക്സ്റ്റ് ബുക്കുകളാണെങ്കിലും ആ വിഷയങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ പഠിക്കണം. ഇപ്പം നിങ്ങൾ നോക്കൂ, ഈ വർഷം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഓരോ വർഷത്തിനും എന്തെങ്കിലും സിഗ്നിഫിക്കൻസ് ഉണ്ടാവും. ചരിത്രത്തിൻ്റെ ഇപ്പം ചരിത്രം പഠിക്കുന്നു. ചരിത്രം ഒരു സ്റ്റാറ്റിക് ആയ സംഗതിയാണ്. അതിനെന്താണ് കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യത്തിൽ പ്രസക്തി ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ 75ാം വാർഷികമാണിത്. അപ്പോൾ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിനെ പറ്റി വേണമെങ്കിൽ അവരൊരു ചോദ്യം ചോദിക്കാം. ഓക്കെ, ഇപ്പം ഏതെങ്കിലും ഒരു പ്രത്യേക സംഭവം നടന്നതിൻ്റെ, ഇപ്പം നിങ്ങൾ നോക്ക്, 2019 എന്ന് പറയുന്നത് ജാലിയൻ വാലാബാഗ് എന്ന് പറഞ്ഞ മാസക്കർ നടന്നതിൻ്റെ 100ാം വാർഷികമായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ചോദ്യം ചോദിക്കാം. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട സംഗതികളെ പറ്റി അതിനുശേഷം അതിൻ്റെ 100ാം വാർഷികത്തിലോ 50ാം വാർഷികത്തിലോ ചോദ്യം ചോദിക്കാം.
ഇപ്പം ചരിത്രത്തിൽ ആ ദിനം പ്രസക്തമായിരുന്നു, അല്ലെങ്കിൽ ആ വർഷം പ്രസക്തമായിരുന്നു എന്നുള്ളത് 100 വർഷം മുമ്പ് ഇത് പ്രസക്തമായിരുന്നു എന്നുള്ളത് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വിഷയങ്ങൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കുകയും അതിന് ഹിന്ദു ന്യൂസ് പേപ്പറാണ് പ്രിസ്ക്രൈബ്ഡ് ന്യൂസ് പേപ്പർ. എല്ലാവരും സിവിൽ സർവീസിൻ്റെ കൂടെ പറയുന്ന ആദ്യത്തെ കാര്യമാണ് ഹിന്ദു ന്യൂസ് പേപ്പർ വായിക്കുക എന്നുള്ളത്. റെഗുലറായി ഒരു പത്രമെങ്കിലും, മലയാളം പത്രമെങ്കിലും വായിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? ഇത്രയും നേരത്തെ ഇവിടെ AC-യിൽ ഇരുന്ന് നിങ്ങളുടെ കൈകളുടെ ചലനശേഷി നഷ്ടപ്പെട്ടതല്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ശരിക്കും ഈ പൊങ്ങിയ 4-5 കൈകൾ മാത്രമാണ് പത്രം വായിക്കുന്നവരുടെ കൈകളെങ്കിൽ നമുക്ക് ഒരുപാട് മെനക്കെടേണ്ടി വരും. കാരണം ഒരു പത്രം വായിക്കുക എന്ന് പറയുന്നത്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു പത്രം വായിക്കുക എന്ന് പറയുന്നത് സിവിൽ സർവീസ് എഴുതാൻ വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ വേറെ എന്തായി തീരാനോ അല്ല. നിങ്ങൾക്ക് സാധാരണ ഒരു മനുഷ്യനായി ഈ നാട്ടിൽ ജീവിക്കണമെങ്കിൽ നിങ്ങൾ നിർബന്ധമായും ചെയ്യേണ്ട കാര്യമാണ് ഒരു പത്രം വായിക്കുക എന്നുള്ളത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും നടക്കുന്ന സംഗതികളെ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫോമിൽ നിന്നും കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഇത് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു കാര്യമല്ല, ഇത് ജീവിതത്തിൽ നമ്മൾ അടിസ്ഥാനപരമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ആരെങ്കിലും വിളിച്ച് OTP പറയുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. എന്തുകൊണ്ടാ? ഏതെങ്കിലും ഒരു പത്രം എപ്പോഴെങ്കിലും വായിക്കുന്ന ഒരുത്തൻ ഒരു വാർത്ത വായിച്ചിട്ടുണ്ടാവും, OTP പറഞ്ഞ് കേരളത്തിലെ പ്രൊഫസറെ പറ്റിച്ചു, OTP പറഞ്ഞ് ബാങ്ക് മാനേജറെ പറ്റിച്ചു. നമ്മുടെ ഭയങ്കര ക്യൂരിയസ് കേസുകളാണ്. നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ് ചതിക്കപ്പെടുന്ന ആളുകളിൽ എന്താണ്, ആ സാധനത്തിൻ്റെ റെഗുലേഷൻസ് സെറ്റ് ചെയ്യുന്ന ബാങ്ക് മാനേജർ മുതൽ അതിനെപ്പറ്റി പഠിപ്പിക്കേണ്ട പ്രൊഫസർ വരെ ഉൾപ്പെടുന്നു എന്നുള്ളതിൻ്റെ പ്രശ്നം എവിടെയാണ്? ഈ പൊങ്ങിയ കൈകളാണ്. ഓക്കെ, പൊങ്ങാതിരുന്ന കൈകളാണ് ഇൻഫാക്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ വിഷയങ്ങളുടെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഒരു NCERT പുസ്തകത്തിൽ നിന്ന് വായിക്കുന്നതിനോടൊപ്പം ഒരു പത്രം കൃത്യമായും റെഗുലറായും ഫോളോ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ സിവിൽ സർവീസ് എഴുതുന്നതിനെ പറ്റി നമുക്ക് ചിന്തിക്കാനെങ്കിലും പറ്റൂ. ഡിഗ്രിക്ക് ശേഷം രണ്ടാമത് ഇതിനകത്തുള്ള പേപ്പർ CSAT ആണ്, സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. 10ാം ക്ലാസ് നിലവാരമുള്ള മാത്തമാറ്റിക്സും ബേസിക് ഇംഗ്ലീഷുമാണ് അതിനകത്ത് വേണ്ടത്. പിന്നെ നിങ്ങളുടെ റീസണിങ് എബിലിറ്റി, അതായത് ക്രിട്ടിക്കൽ റീസണിങ്, ലോജിക്കൽ റീസണിങ്, ബേസിക് മാത്തമാറ്റിക്സ്, ഇങ്ങനെ ഒരു ബാങ്ക് പരീക്ഷയ്ക്ക്, ബാങ്കിൻ്റെ എക്സാമിന് വേണ്ടുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങൾ, അതുപോലെ തന്നെ റീഡിങ് കോംപ്രിഹെൻഷൻ, ഓക്കെ, ഈ കാര്യങ്ങളെല്ലാം ചേർന്നിട്ടാണ് രണ്ടാമത്തെ പേപ്പർ ഉള്ളത്. ഈ 2 പേപ്പറുകൾക്കും കട്ട് ഓഫ് മാർക്ക് ഉണ്ട്. ആദ്യത്തെ കട്ട് ഓഫ് മാർക്ക് അതാത് വർഷങ്ങളിൽ നിശ്ചയിക്കപ്പെടുന്നതാണ്. അതായത് ചിലപ്പോൾ അത് 95 മുതൽ 110 എവിടെ വേണമെങ്കിലും ആവാം. ആ വർഷത്തെ കുട്ടികളുടെ പെർഫോമൻസിനനുസരിച്ച് അത് മാറും. CSAT-ൻ്റെ കട്ട് ഓഫ് പെർമനൻ്റ് ആണ്, 67 മാർക്കാണത്, അല്ലെങ്കിൽ 66.6 എന്ന് പറയാം. നിങ്ങൾക്ക് 67 മാർക്ക് ഈ പേപ്പറിൽ സെക്യൂർ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അതിൽ ക്വാളിഫൈഡ് ആണ്. രണ്ടാമത്തെ പേപ്പറിൻ്റെ കട്ട് ഓഫ് കൂടെ കിട്ടിയാൽ നിങ്ങൾ പ്രിലിമിനറി പാസ്സായി. ഇപ്പോൾ പ്രിലിമിനറി പാസ്സാവലാണ് സിവിൽ സർവീസിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. കാരണം ഏതാണ്ട് 10 ലക്ഷത്തോളം ആപ്ലിക്കൻസിനിടയിൽ നിന്നും അവർക്ക് വളരെ കുറച്ച് ആൾക്കാരെ മതി, ഒരു 20,000 പേരെ മതി. വിച്ച് മീൻസ് ആളുകളെ എലിമിനേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സാണ് പ്രിലിമിനറി പരീക്ഷ. ആ പരീക്ഷയിൽ നിങ്ങൾ പഠിക്കേണ്ടത്, നിങ്ങൾ ഓൾറെഡി പഠിച്ച NCERT പുസ്തകങ്ങൾ വീണ്ടും പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബേസിക്കായ കാര്യം. 2, ഒരു പത്രം കൃത്യമായി വായിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ സിവിൽ സർവീസിന് സീരിയസ് ആയി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പത്രം വായനയും അത്ര തന്നെ സീരിയസ് ആക്കണം. ഇപ്പോൾ നിലവിൽ നിങ്ങൾ പത്രം വായിക്കുന്ന ഒരു സംസ്കാരമെങ്കിലും ഉണ്ടാക്കിയെടുക്കണം. നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിളായ ലാംഗ്വേജിൽ പത്രം വായിക്കാം. മലയാളത്തിൽ പത്രം വായിക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല. പക്ഷേ പത്രം വായിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്? സ്പോർട്സ് പേജും ഫ്രണ്ട് പേജും മാത്രം വായിച്ചത് അവസാനിപ്പിക്കരുത്. എഡിറ്റോറിയൽ പേജ് ഉൾപ്പെടെ ഒരു പത്രത്തിലെ എല്ലാ പേജുകളും നമുക്ക് ആവശ്യമാണെന്നുള്ള തിരിച്ചറിവോടുകൂടി വേണം അത് വായിക്കാൻ. ഇനി ഈ ഘട്ടം പാസ്സാകുന്ന ആളുകൾക്ക് ഇതൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷയാണ്. ഈ ഘട്ടം പാസ്സാവുന്നവർക്ക് അടുത്ത ഘട്ടം മെയിൻസ് ആണ്. മെയിൻസ് ഒരു ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയാണ്. ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷ എന്ന് പറഞ്ഞാൽ 9 വിഷയങ്ങൾ, 9 പേപ്പറുകൾ നിങ്ങൾ എഴുതണം. 9 പേപ്പറുകൾ. അതിനകത്ത് 5 പേപ്പറുകൾ കമ്പൽസറി പേപ്പറുകളാണ്, 2 പേപ്പറുകൾ ഓപ്ഷണൽ പേപ്പറുകളാണ്, 2 പേപ്പറുകൾ ക്വാളിഫയിങ് പേപ്പറുകളാണ്. ഓക്കെ, ഇതിലെ ആദ്യത്തെ 2 പേപ്പർ ക്വാളിഫയിങ് പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷും മലയാളവുമാണ്. 7ാം ക്ലാസ് നിലവാരമുള്ള മലയാള ഭാഷാ പരിജ്ഞാനമാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അതായത് നിങ്ങളോട് മലയാളത്തിൽ ഒരു പാരഗ്രാഫ് എന്നിട്ട് അതിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറയും.
ഇംഗ്ലീഷിലൊരു പാരഗ്രാഫ് വന്നിട്ട് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറയും. മലയാളത്തിലെ ശൈലികൾ, ഓക്കെ, പഴഞ്ചൊല്ലുകൾ, ഇങ്ങനെ എന്തെങ്കിലും തന്നിട്ട് അതിനെപ്പറ്റി എഴുതാൻ പറയും. ഒരു ചെറിയ എസ്സേ എഴുതാൻ പറയും. ഈ പരീക്ഷയിൽ നിങ്ങൾ 30% മാർക്ക് വാങ്ങിച്ചാൽ ജയിച്ചു. ഇപ്പോൾ 7ാം ക്ലാസ് നിലവാരമുള്ള മലയാള ഭാഷാ പരിജ്ഞാനവും അതിൽ 30% മാർക്ക് ഉണ്ടെങ്കിൽ ആ പേപ്പർ പാസ്സായി. അടുത്തത് ഇംഗ്ലീഷാണ്. സിമിലർ ലെവലിൽ തന്നെ നിങ്ങൾക്ക് ബേസിക് ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഉണ്ടോ എന്നാണ് അവർ നോക്കുക. ആ പേപ്പറും നിർബന്ധമായും പാസ്സാവേണ്ടതാണ്. ഈ രണ്ടിലേത് പാസ്സായില്ലെങ്കിലും നിങ്ങളുടെ ബാക്കി പേപ്പർ വാല്യൂ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ മലയാളം അറിയാതിരുന്നാൽ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഹിന്ദി അറിയാം, മലയാളം അറിഞ്ഞുകൂടാന്നാണ് പറഞ്ഞത്, കുഴപ്പമില്ല. നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് മലയാളത്തിന് പകരം നിങ്ങളുടെ പ്രാദേശിക ഭാഷയായി ഹിന്ദി വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹിന്ദി ഈ 7ാം ക്ലാസ് നിലവാരത്തിൽ നിങ്ങൾക്ക് ഹിന്ദിയിൽ പരിജ്ഞാനം ഉണ്ടെങ്കിൽ അത് മതി. തമിഴാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അങ്ങനെ, തെലുങ്കാണെങ്കിൽ ഓക്കെ. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ഭാഷകളിൽ ഏതിലാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ പ്രാദേശിക ഭാഷയായിട്ട് തിരഞ്ഞെടുക്കാം. ആ ഭാഷയിൽ നിങ്ങൾക്ക് 7ാം ക്ലാസ് പരിജ്ഞാനം ഉണ്ടായിരിക്കണമെന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ക്വാളിഫയിങ് പേപ്പേഴ്സിൽ നിങ്ങൾ നിർബന്ധമായും പാസ്സാവണം. പക്ഷെ 30% മാർക്ക് മതി. സാധാരണഗതിയിൽ അതിലാരും തോക്കാറില്ല. തോക്കുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ പ്രാദേശിക ഭാഷ തിരഞ്ഞെടുക്കുന്നതിലുണ്ടാവുന്ന അപാകത മൂലമാണ്. ഹിന്ദി അറിയുന്ന ഒരാൾ മലയാളം തിരഞ്ഞെടുത്താൽ ചിലപ്പോൾ എന്ത് സംഭവിക്കാം, അതിനകത്തൊരു അപകടമുണ്ട്. അതല്ലെങ്കിൽ ആ പ്രശ്നം ഉദിക്കുന്നില്ല. ഇനിയുള്ളത് 5 കമ്പൽസറി പേപ്പറുകളാണ്. കമ്പൽസറി പേപ്പർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ ആളുകളും ഒരേ ചോദ്യപേപ്പറിനെയാണ് ഇവിടെ അറ്റൻഡ് ചെയ്യേണ്ടി വരിക. ഈ ഒരേ ചോദ്യപേപ്പറിനെ വെച്ച് അറ്റൻഡ് ചെയ്യുന്ന ഇതാണ് നിങ്ങളുടെ ഡിസൈഡർ. ഇതാണ് ഇതിലെ ഏറ്റവും ക്രിട്ടിക്കലായ ഭാഗം. നമ്മുടെ പ്രിപ്പറേഷൻ്റെ സിംഹഭാഗവും ഈ 5 പേപ്പറുകളെ ടാർഗറ്റ് ചെയ്താണ് പോകുന്നത്. അതിനെ നമ്മൾ ജനറൽ സ്റ്റഡീസ് പേപ്പേഴ്സ് എന്ന് പറയും. ഒരു എസ്സേ, 4 ജനറൽ സ്റ്റഡീസ് പേപ്പറുകളും ഒരു എസ്സേയുമാണ് ഈ 5 പേപ്പറുകൾ. ഓക്കെ, ഇതിൽ ആദ്യത്തെ പേപ്പർ നമ്മൾ പറയുന്ന ജനറൽ എസ്സേ ആണ്. ഇപ്പോൾ എസ്സേ എന്ന് പറയുമ്പോൾ 1200 വരെ വാക്കുകളുള്ള 2 എസ്സേകളാണ് നിങ്ങൾ എഴുതേണ്ടത്. 250 മാർക്ക്. ഓക്കെ, എസ്സേ പേപ്പറിൽ 1200 വരെ വാക്കുകളിൽ എഴുതേണ്ട എസ്സേകൾ. അതായത് നിങ്ങൾ വളരെ എലാബറേറ്റ് ആയി ഒരു വിഷയത്തെ പറ്റി മനസ്സിലാക്കണമെന്നർത്ഥം. അതിനവർ സാധാരണഗതിയിൽ ചെയ്യുക 4 ചോദ്യങ്ങളുടെ 2 സെറ്റ് തരും. 4 ചോദ്യങ്ങളുടെ 2 സെറ്റ്. ആദ്യത്തെ 4 എണ്ണത്തിൽ നിന്ന് ഒരെണ്ണം തിരഞ്ഞെടുത്ത് അതിനെപ്പറ്റി 1200 വാക്ക് വരെ എസ്സേ എഴുതുക. രണ്ടാമത്തെ സെറ്റിൽ നിന്ന് ഒരെണ്ണം തിരഞ്ഞെടുക്കുക, അതിനെപ്പറ്റി എഴുതുക. അപ്പം നിങ്ങൾക്ക് അത് എങ്ങനെ വേണമെങ്കിലും എന്ത് തരം ചോദ്യം വേണമെങ്കിലും ചോദിക്കാം. ഇപ്പം ഇന്ത്യൻ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ സമകാലിക ഇന്ത്യയിൽ ഗാന്ധിജിയുടെ പ്രസക്തി എന്താണെന്ന് ചോദിക്കാം. ഗാന്ധിയൻ ആദർശങ്ങളുടെ പ്രസക്തി എന്താണെന്ന് ചോദിക്കാം. അതല്ലെങ്കിൽ ഇന്ത്യയുടെ ഹയർ എഡ്യൂക്കേഷൻ സെക്ടർ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാം. അപ്പം ഇതിനെപ്പറ്റി നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു സ്ട്രക്ചേർഡായ എസ്സേ എഴുതുക എന്നുള്ളതാണ് ഈ പേപ്പറിൽ നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വിഷയങ്ങളെ പറ്റി എന്ത് വേണം, സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അതിനെപ്പറ്റി ആഴത്തിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. അപ്പം ഇതെപ്പോഴും നിങ്ങൾ നോക്കേണ്ടത്, ഇത് സാധാരണഗതിയിൽ ഹിന്ദു പത്രത്തിൻ്റെ എഡിറ്റോറിയലുകളിൽ മെൻഷൻ ചെയ്യപ്പെടുന്ന വിഷയങ്ങളിൽ നിന്നാണ് ഈ ചോദ്യങ്ങൾ വരാറുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെയെല്ലാം ഈ പത്രത്തിൻ്റെ വായന, സീരിയസ് ആയ ഒരു ന്യൂസ് പേപ്പർ റീഡിങ് നിങ്ങളെ വല്ലാതെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹിന്ദു ന്യൂസ് പേപ്പർ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ എഡിറ്റോറിയൽ ആൻഡ് ഓപ്പെഡ്, ഈ 2 പോർഷൻസ്, ഓപ്പെഡും എഡിറ്റോറിയലും നിങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടി വായിക്കുക. അതിനകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ എപ്പോഴും സിവിൽ സർവീസിൻ്റെ എസ്സേകളിൽ റിപ്പീറ്റഡ് ആയിട്ട് അവർ ചോദിക്കാറുണ്ട്. ആ സെയിം സാധനങ്ങൾ തന്നെ ചോദിച്ചിട്ടുള്ള ചരിത്രമുണ്ട്. അപ്പം അതിൻ്റെ ഏറ്റവും നല്ലൊരു സോഴ്സ് ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ അതാണ്. പിന്നെ എഴുതി പ്രാക്ടീസ് ചെയ്യുക. കാരണം ഇവിടെ സ്കില്ലാണ് ഇമ്പോർട്ടൻറ്റ്, നിങ്ങളുടെ റൈറ്റിംഗ് ആൻഡ് അനലിറ്റിക്കൽ സ്കിൽസ്. അതുകൊണ്ട് തന്നെ എഴുതി പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നത് മാത്രമാണ് അതിനകത്തൊരു വഴി. അത് നമ്മൾ എന്ത് ചെയ്യണം, എസ്സേയുടെ കാര്യത്തിൽ ചെയ്യണം. പഠിക്കാൻ അങ്ങനെ ടിപ്പിക്കലായ സ്റ്റഡി മെറ്റീരിയൽസ് ഒന്നുമില്ല. പത്രം വായിക്കുക, കൂടുതൽ അറിവുണ്ടാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആളുകൾ പറയാറുണ്ട്, ഞങ്ങൾക്ക് ഒരു പ്രത്യേക തരം അസുഖമുണ്ട്, അതായത് ഇങ്ങനെയുള്ള ഉത്തരങ്ങളൊന്നും എഴുതി ഫലിപ്പിക്കാൻ ഞങ്ങൾക്ക് പറ്റാറില്ല. ഓക്കെ, നിങ്ങൾക്ക് ഒരു കാര്യം നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, നന്നായിട്ട് എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ, തലച്ചോറിലൊരു പ്രത്യേക ഞരമ്പിൻ്റെ പ്രശ്നമാണത്. സന്തോഷമായില്ലേ? നമ്മുടെ കുഴപ്പമല്ലല്ലോ, തലച്ചോറിൽ ഏതോ ഒരു ഞരമ്പിൻ്റെ കുഴപ്പമാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. ഓക്കെ, സംഭവം അങ്ങനെയല്ല.
നമ്മൾക്ക് ബെറ്റർ കമ്മ്യൂണിക്കേറ്റർ ആവാൻ പറ്റുന്നില്ലെങ്കിൽ അതിനൊറ്റ കാരണമേ ഉള്ളൂ, നമുക്ക് ആ വിഷയത്തെപ്പറ്റി ധാരണയില്ല. ധാരണയുള്ള കാര്യങ്ങളെപ്പറ്റി പറയാനോ എഴുതാനോ നമുക്ക് എന്തിൻ്റെ ആവശ്യമില്ല, പ്രത്യേകിച്ച് ഒരു ഞരമ്പും പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായി അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അതിനെപ്പറ്റി ധാരണ കുറയും തോറും നിങ്ങളുടെ ആത്മവിശ്വാസം കുറയും, നിങ്ങൾക്കത് എഴുതി ഫലിപ്പിക്കാൻ പറ്റാതിരിക്കും. ഈ ഡിസ്ക്രിപ്റ്റീവ് എക്സാം എന്തോ വലിയ കുഴപ്പമാണെന്നാണ് നമ്മുടെ നാട്ടിലെ കുട്ടികൾ പറയുക. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, UKG പഠിക്കുമ്പോൾ മുതൽ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ആൻസർ ദ ഫോളോയിങ് എന്ന് പറഞ്ഞ സാധനം പഠിക്കുകയും എഴുതുകയും ചെയ്യുന്നവരാണ്. അത് എഴുതുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ഡിസ്ക്രിപ്റ്റീവായ ഒരു പരീക്ഷ അവർക്ക് ഒരിക്കലും ഒരു അപകടകരമായ സംഗതിയല്ല. പിന്നെയുള്ള ആത്മവിശ്വാസക്കുറവ് അറിവില്ലായ്മയെന്നുണ്ടാവുന്നതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? ആൻസർ ദ ഫോളോയിങ് എഴുതിയിട്ടുള്ള നമ്മളെ സംബന്ധിച്ച് ഡിസ്ക്രിപ്റ്റീവായ ഒരു പരീക്ഷ ഒരു പ്രശ്നമല്ല എന്ന് ആദ്യമേ തീരുമാനിച്ചു വയ്ക്കുക. അപ്പോൾ എന്തില്ല? ആ പ്രശ്നമില്ല. ഇപ്പം മെയിൻസിലെ ആദ്യത്തെ പേപ്പർ 1 എന്ന് പറയുന്നത് ഒരു എസ്സേ ആണ്. 1200 വാക്കുള്ള 2 എസ്സേകളാണ് എഴുതേണ്ടി വരിക. ഓക്കെ. ഇനി ജനറൽ സ്റ്റഡീസ്, നമ്മൾ പ്രിലിംസിൻ്റെ കാര്യത്തിൽ പറഞ്ഞ ജനറൽ സ്റ്റഡീസ് തന്നെയാണ്. ഇവിടെ അത് കുറച്ചുകൂടെ ഡീറ്റെയിൽഡായി അവർ 4 പേപ്പറുകളിലേക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ടിരിക്കുന്നു. ഓക്കെ. അപ്പോൾ അതിൽ ആദ്യത്തേതാണ് ഹിസ്റ്ററിയും ജോഗ്രഫിയും ഉൾപ്പെടുന്ന, ആർട്ട് ആൻഡ് കൾച്ചറും ഉൾപ്പെടുന്ന GS1, ജനറൽ സ്റ്റഡീസ് 1. ഓക്കെ. രണ്ടാമത്തെ പേപ്പർ 2 അല്ലെങ്കിൽ ജനറൽ സ്റ്റഡീസ് 1 എന്ന് പറയുന്നത് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ആൻഡ് ദ വേൾഡ്, ജോഗ്രഫി ഓഫ് ഇന്ത്യ ആൻഡ് ദ വേൾഡ്, ഇന്ത്യൻ കൾച്ചർ, ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്നതാണ് നമ്മുടെ ജനറൽ സ്റ്റഡീസ് മെയിൻസിലെ ആദ്യത്തെ പേപ്പർ. ഓക്കെ. ഹിസ്റ്ററി പഠിച്ച എത്ര കുട്ടികളുണ്ട് ഇവിടെ? ഹിസ്റ്ററി ഗ്രാജുവേറ്റ് ആണ്. ഓക്കെ. എന്തിനാണ് ഹിസ്റ്ററി പഠിക്കണേ? എന്തിനാണ് ഹിസ്റ്ററി പഠിക്കുന്നത്? ഹിസ്റ്ററി എന്താണ് നമുക്ക് പലചരക്കടയിൽ പോയാൽ തരാൻ പോണത്? അക്ബറുടെ ഭരണകാലം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അലക്സാണ്ടറുടെ കുതിരയുടെ പേര്, ഇതൊക്കെ പഠിച്ചിട്ട് നമുക്ക് എന്താണ് കിട്ടാനുള്ളത്? ചരിത്രം പഠിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ പ്രായോഗികമായിട്ട്? അപ്പം നിങ്ങൾ നോക്കാം, ഞാൻ ഒരു കഥ പറയാം. ഞാൻ ഒരു ആലപ്പുഴ ജില്ലയിൽ താറാവുകളെ വളർത്തി ജീവിക്കുന്ന ഒരാളാണ്. ഓക്കെ. അവിടെ വെച്ച് ഞാനൊരു പ്രണയത്തിൽ കുടുങ്ങി നാട് വിട്ടു. ഓക്കെ. നാട് വിട്ട് ഞാൻ കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിൽ കുറുക്കൻകുന്ന് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് കുറച്ച് സ്ഥലം വാങ്ങി ഒരു വീട് വെച്ച് താമസിക്കുകയാണ്. എനിക്ക് ആകെ അറിയുന്ന തൊഴിൽ താറാവുകളെ വളർത്തലാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു? അവിടെ ഒരു 4 കമ്പി നാട്ടി അതിന് ചുറ്റിലും ഒരു വലയിട്ട് ഒരു 50 താറാവിൻ്റെ കുഞ്ഞുങ്ങളെ അവിടെ ഇറക്കി. നേരം വെളുത്തു. പിറ്റേ ദിവസം ഞാൻ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ 20 താറാവിൻ്റെ കുഞ്ഞുങ്ങൾ മിസ്സിംഗ് ആണ്. ബാക്കിയുള്ളതിനെല്ലാം പരിക്കേറ്റിട്ടുണ്ട്. എന്തായിരിക്കും കാരണം? കുറുക്കം പിടിച്ചതാണ്. കുറുക്കം പിടിച്ചത് മാത്രമല്ല, എനിക്ക് ചരിത്രബോധമില്ല. കാരണം എന്താ? എൻ്റെ കാരണവന്മാർ എന്തിനായിരിക്കും? നിങ്ങൾ നോക്ക്, ഒരു കുന്നിന് പേരിടുമ്പോൾ നമുക്ക് എന്തൊക്കെ പേരിടാം? മയിലാടും കുന്ന് എന്ന് പേരിടാം, കേൾക്കാൻ എന്ത് രസമുണ്ട്. കുയിൽ പാടും കുന്ന് എന്ന് പേരിടാം, എന്ത് രസമുണ്ട്. അതിന് വൃത്തികെട്ട കുറുക്കനെ നാട്ടുകാർ വലിച്ചഴിച്ച് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ കാരണം? അതൊരു മുന്നറിയിപ്പാണ്. ആ മുന്നറിയിപ്പ് എവിടെ നിന്നുണ്ടാവുന്നതാണ്? ഈ പേര് കാണുമ്പോൾ എൻ്റെ ഉള്ളിലെ ചരിത്രബോധം പ്രൊവോക്ഡ് ആവണം. ഞാൻ അവിടെയുള്ള മുതിർന്നവരോട് പോയി ചോദിക്കണം, അല്ല ചേട്ടാ, എന്താണ് ഈ കുന്നിന് ഇങ്ങനെ ഒരു പേര് എന്ന്. അപ്പോൾ അവരെന്ത് പറയും? മോനെ, അവിടെ രാത്രി കുറുക്കൻ ഇറങ്ങും, അതുകൊണ്ട് എന്ത് ചെയ്യണം? അവിടെ കോഴീനോ താറാവിനോ ഒക്കെ വളർത്തുന്നുണ്ടെങ്കിൽ വലിയ മരത്തിൻ്റെ കൂടുണ്ടാക്കി അടച്ചു വേണം വളർത്താൻ എന്ന് പറയും. ഇല്ലേ? അപ്പോൾ എന്തു പറ്റി? ചരിത്രത്തെപ്പറ്റി ബോധമില്ലാത്തവൻ എന്ത് സംഭവിക്കും? ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ പാളിപ്പോവും. ഇല്ലേ? നമ്മൾ നമ്മുടെ മുൻഗാമികളെ ആവർത്തിച്ച് മുമ്പോട്ട് പോവുകയല്ലേ ചെയ്യുന്നത്, അല്ലേ?
നിങ്ങൾ പട്ടിയിറച്ചി തിന്നോ? എന്തുകൊണ്ടാണ് പട്ടിയിറച്ചി തിന്നാത്തതെന്നറിയോ? നിങ്ങളുടെ മുൻഗാമികളുടെ ചരിത്രത്തിൽ എവിടെയും അവർ പട്ടിയിറച്ചി തിന്നാത്തതുകൊണ്ടാണ്. നിങ്ങൾ നാഗാലാൻഡിലേക്ക് വാ, പട്ടീനെ കൊന്ന് തൊലി പൊളിച്ച് നമ്മളിവിടെ ബീഫ് കെട്ടി തൂക്കിയിട്ടിരിക്കുന്ന പോലെ തൂക്കുന്നത് കാണാം. അവരത് തിന്നും. എന്തുകൊണ്ടാണ്? അവരുടെ ചരിത്രത്തിൽ അവർ പട്ടിയെ തിന്നുന്നവരാണ്. അപ്പം നിങ്ങൾ നോക്ക്, ചരിത്രം നിങ്ങളുടെ ജീവിതത്തെ, നിത്യജീവിതത്തെ സ്വാധീനിക്കുന്ന ഒരു സംഗതിയാണ്. ചരിത്രബോധം കൊണ്ടാണ് നമ്മൾ ചാണകം തിന്നാത്തത്. മനസ്സിലായോ? എന്തുകൊണ്ടാ? നമ്മുടെ കാരണവന്മാരത് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ചരിത്രബോധം ഇല്ലെങ്കിലുള്ള അപകടം, നാളെ ഒരുത്തൻ നിങ്ങളെടുത്ത് പറയാണ് നമ്മളിത് പണ്ട് മുതലേ കഴിക്കുമായിരുന്നു, ഇതൊരു അമൂല്യ സാധനമാണെന്ന് പറഞ്ഞാൽ നിങ്ങളിത് കഴിക്കേണ്ടി വരും. നിങ്ങൾക്ക് അവരെ തിരുത്താൻ പറ്റില്ല. അപ്പം നിങ്ങൾ എന്ത് സംഭവിക്കും? നിങ്ങൾ തെറ്റായ ചരിത്രത്തിനാൽ നയിക്കപ്പെടും. അപ്പോൾ എന്താണ് ഒരു സ്ഥലത്ത് നിങ്ങൾ നോക്കൂ, സംസ്കാരത്തെ പറ്റി അറിഞ്ഞില്ലെങ്കിൽ എന്താ കുഴപ്പം? സംസ്കാരം എന്ന് പറയുന്നത് ചരിത്രം തന്നെയാണ്. ചരിത്രത്തിൽ നിന്ന് നിലനിർത്താവുന്നവനെ നിലനിർത്തി തള്ളാവുന്നതിനെ തള്ളിക്കളഞ്ഞ് ബാക്കിയാവുന്നതാണ് സംസ്കാരം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാൻ നാട് വിട്ടു പോവാണ്, എനിക്ക് ആകെ അറിയുന്ന തൊഴിൽ മുടിവെട്ടാണെന്ന് വിചാരിച്ചോ. ഇഷ്ടം പോലെ താടിയും മുടിയുള്ള ആളുകളെ കണ്ട് ഞാൻ പഞ്ചാബിൽ പോയി ഒരു ബാർബർ ഷോപ്പ് തുടങ്ങിയാൽ എന്താവും? സംസ്കാരത്തെ പറ്റി അറിഞ്ഞില്ലെങ്കിൽ എന്തു പറ്റും? ഇതാണ് സംഭവിക്കാം. ഓക്കെ, ആറ്റുകാൽ പൊങ്കാല എന്താണെന്ന് അറിയാതെ നിങ്ങൾ തിരുവനന്തപുരത്തൊന്ന് വന്ന് ഇറങ്ങി നോക്കിയേ, നിങ്ങളുടെ അടപ്പ് തള്ളിപ്പോവും. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മെഡിക്കൽ കോളേജിലേക്ക് പോലും പോകാൻ പറ്റില്ല. റോഡ് മുഴുവൻ എന്താണ്? 2 സ്ഥലങ്ങളിലായി അമ്മച്ചിമാർ എന്ത് ചെയ്തിട്ടുണ്ടാവും? റോഡ് സൈഡിൽ അടുപ്പ് കൂട്ടി കലം വെച്ച് അവിടെ പായസം വെക്കുന്നുണ്ടാവും. അപ്പം നിങ്ങൾ ഒരു നാടിൻ്റെ സംസ്കാരം മനസ്സിലാക്കാതെ എന്ത് ചെയ്യാൻ പറ്റില്ല? ചരിത്രം മനസ്സിലാക്കാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അതിൽ നമ്മുടെ നിത്യജീവിതത്തിൽ പ്രയോഗ സാധ്യതയുണ്ട്. സ്വാതന്ത്ര്യ സമരത്തെ പറ്റി നമ്മൾ എന്തിനാ സ്കൂളിൽ പഠിപ്പിക്കണേ? സംഭവം കിട്ടിയല്ലോ, സ്വാതന്ത്ര്യം കിട്ടിയില്ലേ, ഇനി എന്തിനാ സ്വാതന്ത്ര്യ സമരത്തെ പറ്റി പഠിപ്പിക്കണേ? ആലോചിച്ചിട്ടുണ്ടോ? അമേരിക്കക്കാരൻ അവൻ്റെ രാജ്യത്തെ ഒന്നിച്ചു നിർത്താൻ ഇംഗ്ലീഷ് ഭാഷ ധാരാളമാണ്. നമുക്കുണ്ടോ അതുപോലെ ഒന്ന്? ഉണ്ടോ? ഇല്ല. നമുക്കൊരു ഭാഷയില്ല, നമുക്കൊരു നരവംശ പ്രകൃതി അല്ല ഉള്ളത്. ഓരോ നാട്ടിലെ ആൾക്കാർ ഓരോ പോലെയാണ്. വസ്ത്രധാരണം ഒരുപോലെയല്ല, സംസ്കാരം ഒരുപോലെയല്ല, ഭാഷ ഒരുപോലെയല്ല. പൊതുവായ ഒരു ചരിത്രം പോലും ഇല്ലാത്ത നമ്മളെ ഒരുമിച്ച് നിർത്തിയത് ബ്രിട്ടീഷ് വിരുദ്ധതയാണ്. ബ്രിട്ടീഷുകാരോടുള്ള പൊതുവായ എതിർപ്പാണ് എന്ത് ചെയ്തത്? നമ്മൾ ഒന്നിച്ച് നിർത്തിയത്. അതുകൊണ്ട് ആ സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകളിൽ നിങ്ങൾ അതിനെപ്പറ്റി വീണ്ടും വീണ്ടും പഠിപ്പിക്കുന്നത് നമ്മൾ ഒരു രാജ്യമാണ് എന്ന കാര്യം ഓർമ്മിപ്പിക്കാനാണത്. അപ്പം അതുകൊണ്ടാണ് സിവിൽ സർവീസിന് എന്ത് പറയുന്നത്? ചരിത്രം പഠിക്കാൻ പറയുന്നത്. ഇപ്പം ചരിത്രം സ്കൂളിൽ പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല? എന്തിനാണ് ചരിത്രം പഠിക്കുന്നതിനെ പറ്റി ചിന്തിക്കുന്നില്ല. എൻ്റെ അച്ഛൻ്റെയും അപ്പൂപ്പൻ്റെയും തെറ്റുകൾ ഞാൻ ആവർത്തിക്കാതിരിക്കാനാണ് ചരിത്രം പഠിക്കുന്നത്. അവരുടെ ശൈലികളെ നിലനിർത്തി കൊണ്ടുപോകാനാണ് ചരിത്രം പഠിക്കുന്നത്. മനസ്സിലായോ? അപ്പം ചരിത്രത്തിന് എന്തുണ്ട്? അക്ബറുടെ കുതിരയടക്കാരൻ്റെ പേര് കാണാതെ പഠിക്കുന്നത് മാത്രമല്ല ചരിത്രം. ചരിത്രം എന്തുകൂടെയാണ്? നാളേക്ക് മുമ്പോട്ട് ജീവിക്കാനുള്ള ഒരു പാഠപുസ്തകമാണ് ചരിത്രം. അതിന് നിങ്ങളുടെ ജീവിതത്തിൽ എന്നും പ്രയോഗ സാധ്യതയുണ്ട്. അതില്ലെങ്കിൽ എന്തു പറ്റും? നിങ്ങൾ നോക്കുക, രാജസ്ഥാനിലെ പുസ്തകത്തിൽ ബാറ്റിൽ ഓഫ് ഹാൽദിഘട്ടി എന്ന് പറഞ്ഞ യുദ്ധത്തിൽ അക്ബർ ആണ് ജയിച്ചത് യഥാർത്ഥത്തിൽ. ഓക്കെ, അപ്പം നമ്മുടെ സർക്കാരിന് അത് ഇഷ്ടപ്പെട്ടില്ല. അവരെന്താ ചെയ്തതെന്നറിയോ? പൃഥ്വിരാജ് ചൗഹാനാണ് ആ യുദ്ധം ജയിച്ചതെന്ന് എഴുതി കയറ്റി. കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നുന്നില്ലേ? പക്ഷെ ഒരു കാര്യമുണ്ട്, അവിടുത്തെ ഇനി വരുന്ന എല്ലാ തലമുറകളും എന്താണ് പഠിക്കാൻ പോകുന്നത്? ബാറ്റിൽ ഓഫ് ഹാൽദിഘട്ടി ജയിച്ചത് പൃഥ്വിരാജ് ചൗഹാനാണെന്നാണ്. മനസ്സിലായ? അപ്പം നിങ്ങൾ നോക്കൂ, ഇതിനകത്ത് വലിയൊരു അപകടം ഒളിഞ്ഞു കിടപ്പുള്ളത് കൊണ്ടാണ് നിങ്ങളോട് കൃത്യമായ ചരിത്രം പഠിക്കാൻ പറയുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടാം. നമ്മൾ മനുഷ്യരെ തിന്നുന്നവരായിരുന്നു, ഇനിയും ചെയ്താൽ കുഴപ്പമില്ല എന്ന് ആരെങ്കിലും ഓർമ്മിപ്പിച്ചാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ കൂടെയുള്ളവനെ കൊന്നു തിന്നാൻ സാധ്യതയുണ്ട്. തെറ്റായ ചരിത്രബോധം നിർമ്മിച്ചാൽ ഉണ്ടാകുന്ന കുഴപ്പമാണ്. ഇപ്പോൾ ചരിത്രം ഒരു അപകടകരമായ സാധനമാണ്. അതിനെ കൃത്യമായി പഠിക്കുക, മനസ്സിലാക്കുക. അതുകൊണ്ടാണ് സിവിൽ സർവീസിൻ്റെ ആദ്യത്തെ പേപ്പറിൽ തന്നെ നിങ്ങളോട് ഹിസ്റ്ററിയും കൾച്ചറും പഠിക്കാൻ പറയുന്നത്. ഓക്കെ, ഇനിയുള്ളത് ജിയോഗ്രഫിയാണ്. ജിയോഗ്രഫിക്ക് നമ്മൾ എന്തെങ്കിലും ബന്ധമുണ്ടോ? മഴയുണ്ടാവുന്നത് എങ്ങനെയാണ്, കുന്നുണ്ടാവുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ജിയോഗ്രഫി നമ്മുടെ ജീവിതത്തെ ബാധിക്കുമോ? ഒരു കാര്യത്തോടും എന്ത് ചെയ്യില്ല, സട്ടിലായിരിക്കുക എന്നുള്ളതാണ് മലയാളിയുടെ ഏറ്റവും വലിയ സ്വഭാവം. ഒരു കാര്യത്തിലും എക്സൈറ്റഡ് ആവില്ല.
നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളിപ്പോൾ ഡൽഹിയിലൊക്കെ പോയിട്ട് നിങ്ങൾ നടന്നു പോവുകയാണ്. നിങ്ങൾ ചിലപ്പോൾ അവിടുത്തെ സെൻട്രൽ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ കൂടെ നടന്നു പോകുമ്പം അവിടെ ഉള്ള ഒരുത്തൻ്റെ തോളത്ത് തട്ടി നേരിച്ചോ, ഷോൾഡർ കൊണ്ട്. ചിലപ്പോൾ അതൊരു യുദ്ധത്തിൽ കലാശിക്കും. അവർ കയറി നിങ്ങളോട് ചാടി വന്ന് ചൂടാവും. താൻ എവിടെ നോക്കിയാൽ നടക്കുന്നതെന്ന് ഹിന്ദി പറയും. പിന്നെ സ്ഥിരമായി അവർ ഉപയോഗിക്കുന്ന 1-2 ക്ലാസിക് തെറികളുണ്ട്, അത് രണ്ടും നിങ്ങളെ ഓർത്ത് അവർ ഉപയോഗിക്കും. അപ്പം നിങ്ങൾ എന്ത് പറ്റും? അപകടകരമായ അവസ്ഥയിലേക്ക് അത് പോകും. അതേസമയം മലയാളികൾ കേരളത്തിൻ്റെ സെക്രട്ടറിന് മുമ്പ് കൂട്ടിയിടിച്ചാൽ എന്താ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കൂട്ടിയിടിച്ച് കഴിഞ്ഞാൽ മലയാളി ഒരുത്തൻ ചിരിക്കും, മറ്റവന് ചിരിക്കും, മറ്റവനോട് ചോദിക്കും എന്തെങ്കിലും പറ്റിയോ? ഇല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയോ? ഇല്ല. എന്നാൽ ശരി, നമ്മൾ രണ്ടാളും വീട്ടിൽ പോകും. കാരണം എന്തെന്നറിയോ? നമ്മുടെ ജോഗ്രഫിയാണ്. അവൻ എവിടെന്നാ വരുന്നത്? ചൂടാകുമ്പം ഭയങ്കര ചൂടും തണുപ്പുള്ളപ്പം ഭയങ്കര തണുപ്പുള്ള സ്ഥലത്ത് നിന്ന്. നമ്മളോ? നമ്മളിവിടെ സബ് ട്രോപ്പിക്കിൽ എന്ത് ചെയ്യാണ്? മിതശീതോഷ്ണ മേഖലയിൽ കിടക്കുകയാണ്. അത് നമ്മുടെ സ്വഭാവത്തെ ബാധിക്കുന്നതാണ്. എപ്പോഴും കൂടിയ ചൂടുമില്ല, കുറഞ്ഞ ചൂടുമില്ല. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളിങ്ങനെ സമാധാനമായിട്ടിരിക്കും. ഇതുപോലെ ഒന്നിനോടും റിയാക്ട് ചെയ്യാൻ താല്പര്യമില്ല, ഒന്നിലും എക്സൈറ്റഡ് ആവില്ല, നമ്മളിങ്ങനെ ഇരിക്കും. ജോഗ്രഫിയാണ്. നിങ്ങളെ IELTS ക്ലാസ്സിനെ പറ്റിയിട്ട് ഇന്നിവിടെ പറഞ്ഞു. എന്തിനാണ് നമ്മൾ IELTS ക്ലാസ്സിലേക്ക് പോകുന്നത്? ആരാണ് നമ്മൾ IELTS ക്ലാസ്സിലേക്ക് പറഞ്ഞയക്കുന്നത്? അച്ഛനും അമ്മയല്ലേ? അല്ല, നമ്മുടെ ഭൂമിശാസ്ത്രമാണ്, നമ്മുടെ ഭൂപ്രകൃതിയാണ് നമ്മളെ എങ്ങോട്ടേക്ക് പറഞ്ഞയക്കുന്നത്? IELTS ക്ലാസ്സിലേക്ക് പറഞ്ഞയക്കുന്നത്. നിങ്ങൾ നോക്കിയേ, നമ്മൾ ഇംഗ്ലീഷ് പറയുന്നു. ഓക്കെ, നമ്മൾ ഇംഗ്ലീഷ് പറയുന്ന പോലെ ആണോ സായിപ്പ് പറയുന്നത്? അല്ല. സായിപ്പ് ഇംഗ്ലീഷ് പറയുന്നത് നമ്മുടെ നാട്ടിൽ പോമറേനിയൻ പട്ടിക്കുട്ടി കുരയ്ക്കുന്നതിന് സമാനമായ ഒരു ശബ്ദവീചി പുറപ്പെടുവിച്ചുകൊണ്ടാണ്. അതായത് വായിലിട്ട് കുഴച്ചാണ് സംസാരിക്കുക. അവരൊരിക്കലും എന്ത് ചെയ്യില്ല, അവരുടെ ലിപ്പ് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് തുറക്കില്ല. കാരണം എന്താ? തണുപ്പാണ്, എക്സ്ട്രീം തണുപ്പ്. എക്സ്ട്രീം തണുപ്പിൽ ഈ നിലയിൽ വാ തുറന്ന് ഉച്ചരിക്കേണ്ട പദങ്ങളുള്ളൊരു ഭാഷ ഉണ്ടാക്കിയാൽ എന്തു പറ്റും? വായ ഒരു പരിധിക്ക് അപ്പുറം തുറന്നാൽ അണ്ണാക്കിലേക്ക് തണുപ്പടിച്ച് കയറും, പല്ല് കൂട്ടിയിടിക്കും. മാത്രമല്ല ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ടാവും. അന്നത്തെ കാലത്ത് മലേറിയ പിടിക്കും, ആള് തട്ടിപ്പോവും. ഓക്കെ, ഗീസറൊക്കെ പിന്നെ വന്ന സാധനങ്ങളാണ്. അതിനു മുമ്പാണ് ഭാഷയുണ്ടായത്. അപ്പം എന്തു പറ്റി? അവൻ്റെ ഭാഷ അവൻ്റെ നാട്ടിൻ്റെ ഭൂപ്രകൃതിയുമായി ചേർന്നതായി പോയി. മനസ്സിലായോ? നമ്മളിനി എന്ത് ചെയ്യണം? മിതശീതോഷ്ണത്തിൽ അമ്പലപ്പുഴ എന്നും പൂവമ്പഴം എന്നൊക്കെ പറഞ്ഞ് അഹങ്കരിച്ച് നടന്ന നമ്മൾ ഇനി എവിടെ പോവുകയാണ്? ഈ എക്സ്ട്രീം തണുപ്പിലേക്ക് പോവുകയാണ്. അവൻ ഉച്ചരിക്കുന്നത് പോലെ അത് ഉച്ചരിക്കാൻ പഠിച്ചില്ലെങ്കിൽ ഈ പണി നമുക്കും കിട്ടും. അവനൊന്നും മനസ്സിലാവുകയും ചെയ്യില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആക്സെന്റ് പഠിക്കാൻ പോകുന്നത്. ഇംഗ്ലീഷ് പഠിക്കാനല്ല പോണേ. ഇംഗ്ലീഷ് നമുക്കറിയാം. നമ്മൾ എന്താ പഠിക്കാൻ പോണേ? അവൻ അതെങ്ങനെയാണ് ഉച്ചരിക്കുന്നത് അതുപോലെ ഉച്ചരിക്കാനാണ്. അപ്പം നിങ്ങൾ നോക്കുക, ഒരു നാടിൻ്റെ ഭൂമിശാസ്ത്രം എന്ത് ചെയ്യും? നിങ്ങൾ ഈ പാവപ്പെട്ട പാകിസ്ഥാൻകാരില്ലേ, നമ്മുടെ ആജന്മ ശത്രുക്കളാണെന്നാണല്ലോ പറയുന്നത്. ഓക്കെ, എന്തിനാണ് അവർ നമ്മളോട് ബുദ്ധിമുട്ടുണ്ടാക്കി? അവരോട് നമുക്ക് എന്താണ് പിണക്കെന്ന് നിങ്ങൾക്കറിയോ? നമ്മളെ കൊണ്ട് അവർക്കുള്ള പേടി എന്താണെന്നറിയോ? നമ്മുടെ ഭൂമിശാസ്ത്രത്തിനാണ് അവർ പേടിക്കുന്നത്. കാരണം കാശ്മീർ എന്ന് പറഞ്ഞ നാട് നമ്മുടെ കയ്യിൽ പൂർണ്ണമായ നിയന്ത്രണത്തിൽ വന്നാൽ, പ്രത്യേകിച്ച് അതിലെ ലഡാക്ക് എന്ന ഭാഗം നമ്മുടെ കയ്യിൽ വരുമ്പോഴുള്ള കുഴപ്പം, ഇൻഡസ് എന്ന് പറഞ്ഞ നദി, സിന്ധു നദിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൂർണ്ണമായും നമ്മുടെ വരുതി കൊണ്ടുവരാൻ പറ്റും. ഇന്ത്യക്കാരനെ സംബന്ധിച്ച് ഗംഗ, യമുന എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ നദീവ്യൂഹങ്ങളിൽ ഒന്ന് മാത്രമാണ് സിന്ധു. പാകിസ്ഥാനെ സംബന്ധിച്ച് അവൻ്റെ 80% ജലവിഭവവും കിടക്കുന്ന, അവൻ്റെ ജീവൻ മുഴുവൻ കിടക്കുന്ന, അവൻ്റെ രാജ്യത്തിൻ്റെ അടിസ്ഥാനപരമായ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ നദി. അപ്പോൾ സ്ഥിരമായി അവരോട് ശത്രുത വെച്ച് പുലർത്തുന്ന നമ്മുടെ കയ്യിൽ ഇത് പൂർണ്ണമായി ഏൽപ്പിച്ചാൽ എങ്ങനെ ജീവിക്കുമെന്ന് പറയുന്ന ജിയോ സ്ട്രാറ്റജിക് ഇൻസെക്യൂരിറ്റിയാണ് അവർക്ക് നമ്മളോടുള്ള പേടി. മനസ്സിലായോ? അതെന്ത് ചെയ്യണം? അത് വിശാലമായ മനസ്സുകൂടെ നമ്മുടെ നേതാക്കന്മാർ ഇരുന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കുകയാണ് വേണ്ടത്. കാരണം പ്രശ്നം പൊളിറ്റിക്കലല്ല, ജിയോഗ്രഫിക്കലാണ്. പരിഹാരം എന്തായിരിക്കണം? പൊളിറ്റിക്കലല്ല, യുദ്ധമല്ല, ശാസ്ത്രീയമായ പരിഹാരമാണ് വേണ്ടത്. ജവഹർലാൽ നെഹ്റുവിന് ബുദ്ധി ഉണ്ടായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു? ഇതിൻ്റെ പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ് മുഴുവൻ അവർക്ക് പൂർണ്ണമായും വിട്ടുകൊടുത്തു. നമുക്ക് 25% മതി എന്ന് പറഞ്ഞു. ഇൻഡസ് വാട്ടർ ട്രീറ്റി ഉണ്ടാക്കി. അതല്ലെങ്കിൽ നമ്മൾ ദിവസം യുദ്ധം ചെയ്യുമായിരുന്നു. ഓക്കെ, അപ്പോൾ വിഷണറിയായ നേതാക്കൾ ഉണ്ടാവേണ്ടതിൻ്റെ, അവർക്ക് ജിയോഗ്രഫി അറിയേണ്ടതിൻ്റെ ആവശ്യം ഇതാണ്. അതുകൊണ്ടാണ് സിവിൽ സർവീസ് നിങ്ങളോട് എന്ത് പറയുന്നത്? നിങ്ങൾ ജിയോഗ്രഫി പഠിക്കണം എന്ന് പറയുന്നത്. ജിയോഗ്രഫി പഠിച്ചാലേ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവൂ?
ഇപ്പൊ റഷ്യൻ പ്രസിഡന്റ് എന്ത് പറഞ്ഞിട്ടായിരിക്കും അറിയോ കിടന്നുറങ്ങുന്നുണ്ടാവുക, കരയുന്നുണ്ടാവുക? എൻ്റെ നാട്ടിൽ കുറച്ച് മലകൾ തന്നില്ലല്ലോ പടച്ചോനെ എന്ന് പറഞ്ഞിട്ടാണ്. കാരണം എന്താ? 4 ഭാഗത്തുനിന്ന് ഏതവനും വന്ന് അടിച്ചിട്ട് പോവാം, നമ്മളെ പറ്റൂല. കാരണം എന്താ? നമ്മൾ മലകളെ കൊണ്ട് ഗാർഡ് ചെയ്യപ്പെട്ടവരാണ്. മനസ്സിലായോ? അപ്പോൾ ഓരോ രാജ്യത്തിനെയും എന്ത് ചെയ്യുന്നുണ്ട്? അവിടുത്തെ ഭൂപ്രകൃതി സ്വാധീനിക്കുന്നുണ്ട്. ഓരോ മനുഷ്യനെയും അവിടുത്തെ ഭൂപ്രകൃതി സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യരുടെ ജീവിതത്തിൽ തീരുമാനമെടുക്കാൻ പോകുന്ന ഒരു ബ്യൂറോക്രാറ്റ് ഭൂപ്രകൃതിയെപ്പറ്റി അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ജോഗ്രഫി പറയുന്നത് എന്തല്ല, വെറുതെ അല്ല ജോഗ്രഫി പഠിക്കാൻ പറയുന്നത്. സിവിൽ സർവീസിൽ ജോഗ്രഫി പഠിക്കാൻ നിങ്ങളോട് പറയുന്നത് എന്തുകൊണ്ടാണ്? അതുകൊണ്ട് നമുക്ക് ജോലിയുണ്ട്. ഓക്കെ, നമുക്കതുകൊണ്ട് ജോലിയുണ്ട്. അതുകൊണ്ട് അതിന് പ്രയോഗക്ഷമത ഉണ്ടെന്ന് മനസ്സിലാക്കുക. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം? അത് പഠിച്ച് മനസ്സിലാക്കണം. അപ്പോൾ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ആൻഡ് ദ വേൾഡ്, ജോഗ്രഫി ഓഫ് ഇന്ത്യ ആൻഡ് ദ വേൾഡ്, ഇന്ത്യൻ കൾച്ചർ, ഈ 3 കാര്യങ്ങളും ചേർന്നിട്ടാണ് നമ്മുടെ GS-ലെ ആദ്യത്തെ പേപ്പർ വരുന്നത്. അത് പഠിക്കുന്നതിൻ്റെ പ്രസക്തി ഇതാണ്. ഓക്കെ, രണ്ടാമത്തെ പേപ്പർ ജനറൽ സ്റ്റഡീസ് 2. അതിലുള്ളത് ഇന്ത്യൻ പോളിറ്റി ആൻഡ് ഗവേണൻസ്. ഓക്കെ, ഇന്ത്യയുടെ ഭരണവ്യവസ്ഥ എന്താണെന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, ഇന്ത്യൻ പോളിറ്റി ആൻഡ് ഗവേണൻസ്. അതിനോടൊപ്പം ഇന്റർനാഷണൽ റിലേഷൻസ്. ഓക്കെ, ഇന്ത്യയും റെസ്റ്റ് ഓഫ് ദ വേൾഡ്, മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം എന്താണെന്നുള്ളത്. മൂന്നാമത് സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹ്യ നീതി. ഓക്കെ, അപ്പോൾ പോളിറ്റി, ഗവേണൻസ്, ഇന്റർനാഷണൽ റിലേഷൻസ്, സോഷ്യൽ ജസ്റ്റിസ്, ഈ കാര്യങ്ങളാണ് നിങ്ങളോട് രണ്ടാമത്തെ പേപ്പറിൽ പഠിക്കാൻ പറയുന്നത്. അതായത് പോളിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഭരണഘടന. അതെന്താണെന്ന് അറിയോ? എന്താണ് ഭരണഘടന എന്ന് പറയാൻ പറ്റുന്ന ആരെങ്കിലും ഈ 1000 പേരിലുണ്ടോ? പറഞ്ഞോ. ആരുമില്ലേ? പറഞ്ഞോ, ആടുന്ന് പറഞ്ഞോ. സമയമില്ലല്ല. സമയം എത്രയായി? നടക്കൂല. 10 മിനിറ്റ്. എന്താണ് ഭരണഘടന? 1956 ജനുവരി 21 അംബേദ്കർ. ഓക്കെ, എന്താണ് ആ സാധനം? ഞാൻ പറയട്ടെ. പറഞ്ഞോ. ആ ഡേറ്റ് തെറ്റാണ്. ജനുവരി 21 അല്ല, 26 ആണ്. ഇന്ത്യയിലെ മൗലികാവകാശങ്ങള്, അങ്ങനെ ധാർമ്മിക മൂല്യങ്ങള്, വ്യക്തി സ്വാതന്ത്ര്യം, പൗരത്വം, അങ്ങനെ എല്ലാ കാര്യങ്ങളും. ഓക്കെ, ഗുഡ്. ഓക്കെ, ഭരണഘടനയിലുള്ള സാധനങ്ങൾ, ഭരണഘടനയെ പറ്റിയിട്ട് നിങ്ങൾ പുറമേ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. പക്ഷേ ഭരണഘടന എന്താണ് എന്ന് ചോദിച്ചാൽ ഇന്ത്യക്ക് മാത്രമായിട്ടൊരു ഉത്തരവില്ല. കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു ലോകം മുഴുവൻ പടർന്നു കിടക്കുന്ന ഒരു സങ്കല്പമാണ്. ഓക്കെ, എന്താണ് ഭരണഘടന, അതിനെ എങ്ങനെ പ്രയോഗിക്കുന്നു എന്നുള്ളതിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ധാരണയുണ്ടോ? അത് നിയമമാണോ? ഓക്കെ, ഞാൻ പറയാം. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ, കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ദ ഫണ്ടമെന്റൽ ലോ ഓഫ് ദി ലാൻഡ്. നല്ല രസമില്ലേ? കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ദ ഫണ്ടമെന്റൽ ലോ ഓഫ് ദ ലാൻഡ്. ഈ ഒരു കാര്യം കൂടെ ഞാൻ എലാബറേറ്റ് ചെയ്യാം. കാരണം എന്ത് പഠിക്കണം എന്ന് മാത്രമല്ല, എങ്ങനെ പഠിക്കണം എന്നുള്ളത് ഒരു പ്രശ്നമാണ്. ഇപ്പം നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ ഇതൊരു ക്ലാസ് ആണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ കാര്യം എഴുതിയെടുക്കും. എങ്ങനെ? കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദ ഫണ്ടമെന്റൽ ലോ ഓഫ് ദ ലാൻഡ്. ഇനി എങ്ങനെ പഠിക്കാൻ പോണേ? നേരെ വീട്ടിൽ പോവും, ഈ സാധനം തുറക്കും, എന്നിട്ട് എന്ത് ചെയ്യും? കൈ അവിടെ പൊത്തി പിടിച്ചിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ദ ഫണ്ടമെന്റൽ ലോ ഓഫ് ദ ലാൻഡ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ദ ഫണ്ടമെന്റൽ ലോ ഓഫ് ദ ലാൻഡ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ദ ഫണ്ടമെന്റൽ ലോ ഓഫ് ലാൻഡ് എന്ന് ഒരു 20 പ്രാവശ്യം പറയും. അതോടുകൂടി എന്തായി? നിങ്ങൾ ഇത് പഠിച്ചു ഇല്ല. നിങ്ങളോട് ഇന്ന് വരെ നിങ്ങളെ പഠിപ്പിച്ച ഏതെങ്കിലും ഒരു ടീച്ചർ മോനെ ഞാൻ പറഞ്ഞതൊക്കെ ബുക്കിലാക്കിയോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? മനസ്സിലാക്കിയോ എന്നാ ചോദിക്കുക, അല്ലേ? മനസ്സിലാക്കാറുണ്ടോ? 6ാം ക്ലാസ് പഠിച്ചതാ ഈ ഡെഫിനിഷൻ. മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ അപകടം ഉണ്ടാവില്ലായിരുന്നു. മനസ്സിലല്ല, നമ്മൾ ബുക്കിലാണ് ആക്കുന്നത്. അവിടെയാണ് എന്ത് ഇതിൻ്റെ കുഴപ്പം? നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നില്ല. ആദ്യം ലോ എന്താണെന്ന് അറിയണം,
ഫണ്ടമെൻ്റൽ ലോ എന്താണെന്ന് അറിയണം, എന്തുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷനെ മാത്രം അങ്ങനെ വിളിക്കുന്നു എന്നറിയണം, ബാക്കി നിയമങ്ങളും കോൺസ്റ്റിറ്റ്യൂഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയണം. ഇതെല്ലാം അറിയാമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റൂ, ഞാനത് പഠിച്ചു എന്ന് പറയാൻ പറ്റൂ. ഓക്കെ, ഒരു ചെറിയ കഥയും കൂടെ പറയാം. എൻ്റെ വീട്, ഞാനും എൻ്റെ അച്ഛനും അമ്മയുമാണ് എൻ്റെ വീട്ടിലുള്ള 3 ആൾക്കാർ. ഓക്കെ, ഇതിൽ എൻ്റെ അച്ഛനാണ് സ്വാഭാവികമായും ഏറ്റവും അധികാരമുള്ള മനുഷ്യൻ. കാരണം മൂപ്പരാണ് പൈസയൊക്കെ കൊണ്ടുവരുന്ന ആൾ. ഓക്കെ, അമ്മയാണത് ചിലവാക്കുന്ന ആൾ. ഓക്കെ, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന കാര്യകർത്താവ് അമ്മയാണ്. ഓക്കെ, ഞാനാണ് ഇതിൻ്റെയൊക്കെ അൾട്ടിമേറ്റ് ഗുണഭോക്താവ്. കാരണം എന്താ, ഇവരുടെ കംപ്ലീറ്റ് പ്ലാനും എന്നെ പറ്റിയാണ്. എന്നെ പഠിപ്പിക്കുക, എനിക്ക് തിന്നാൻ തരിക, ഇതൊക്കെയാണ് അവരുടെ പ്ലാൻ. ഓക്കെ, അപ്പോൾ ഞങ്ങളിങ്ങനെ സന്തോഷകരമായി ജീവിക്കുമ്പോഴാണ് എനിക്ക് 10-16 വയസ്സായി എന്ന തിരിച്ചറിവ് എനിക്കുണ്ടാവുന്നത്. ഓക്കെ, ആ തിരിച്ചറിവ് ഉണ്ടാവുന്നതിൻ്റെ കൂടെ തന്നെ എനിക്കൊരു തിരിച്ചറിവും കൂടെ ഉണ്ടാവും. എനിക്കുണ്ടായിരുന്നു, നിങ്ങൾക്കുണ്ടോയെന്ന് അറിയില്ല, അച്ഛൻ അത്ര പോരാ. ഓക്കെ, 10-18 വയസ്സാകുമ്പോഴത്തേക്ക് ആ കാര്യത്തിൽ എനിക്കൊരു സംശയവും, അച്ഛൻ അത്ര പോരാ. കാരണം എന്താ, മൂപ്പര് പറയുന്ന സാധനങ്ങളൊക്കെ വളരെ ഔട്ട്ഡേറ്റഡ് ആണ്. ഓക്കെ, മൂപ്പരുടെ ചിന്താഗതിയൊക്കെ വളരെ മോശം. ഇപ്പം ഞാൻ രാവിലെ ലോ വേസ്റ്റ് ഒരു പാൻറ് ഇട്ടൊരു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മൂപ്പര് എന്തു പറയും, പൊതുസമൂഹത്തെ മറ്റൊന്നും കാണിക്കാനില്ലാത്തത് കൊണ്ടാണോ നീ ഇതിട്ട് പോകുന്നതെന്ന് ചോദിക്കും. ഓക്കെ, ഇതിടുമ്പോൾ എന്തൊക്കെയോ കാണുമല്ലോ, അത് കാണിക്കാനാണോ എന്ന് ചോദിക്കും. ഓക്കെ, ഞാനൊരു ബൈക്ക് വാങ്ങിത്തരണം എന്ന നിസ്സാരമായ ആവശ്യം മുമ്പോട്ട് വയ്ക്കുമ്പം അദ്ദേഹം എന്തു പറയും, അദ്ദേഹം 14 കിലോമീറ്റർ നടന്നും തുടർന്ന് നീന്തിയും സ്കൂളിൽ പോയ കഥ എന്നെ പറഞ്ഞ് കേൾപ്പിക്കും. അതോടുകൂടി എന്തു പറ്റി, ഞാനും അച്ഛനും തമ്മിൽ തെറ്റി. പിന്നെ ഇത് എല്ലാ ദിവസവും നടക്കുന്ന ഒരു പ്രക്രിയയാണ്. കാരണം എല്ലാ ദിവസവും ഞാൻ തുണി കൊടുക്കും, മൂപ്പർക്ക് ഇഷ്ടപ്പെടില്ല. എല്ലാ ദിവസവും ബസ്സിൽ പോകുന്നതിന് മുമ്പ് ഞാൻ ബൈക്കിൻ്റെ കാര്യം പറയും, മൂപ്പർക്ക് ഇഷ്ടപ്പെടില്ല. ഡെയിലി അടി. ഓക്കെ, അമ്മയാണ് ഇതിനകത്ത് പെട്ടുപോകുന്ന ആൾ. കാരണം ഈ 2 ചെങ്ങായിമാരെ അവർക്ക് തള്ളി പറയാൻ പറ്റില്ല. അതുകൊണ്ട് എന്തു പറ്റും, അമ്മ ഇതിൻ്റെ ഇടയിൽ കുടുങ്ങിപ്പോവും. അമ്മ അപ്പുറത്തെ വീട്ടിൽ കുടുംബശ്രീയുടെ യോഗത്തിന് പോയി തിരിച്ചു വരുമ്പം ഓക്കെ, അമ്മ വന്നിട്ട് ആദ്യത്തെ ഡയലോഗാണ്, നിങ്ങൾ രണ്ടിനെയും ഞാൻ കൊല്ലും. ഹായ്, മനോഹരമായ ഡയലോഗ്. ഓക്കെ, അപ്പോൾ എന്താ കാര്യം? ഞാൻ ചോദിക്കും എന്താ കാര്യം, അച്ഛനും ചോദിക്കും എന്താ കാര്യം. ജീവിതത്തിൽ ആദ്യമായി നിങ്ങൾ നോക്കൂ, ഒരു പൊതുശത്രു ഉടലെടുക്കുമ്പോഴാണ് അഭിപ്രായ സമന്വയം ഉണ്ടാകുന്നത്. ഞാനും എൻ്റെ അച്ഛനും എന്തായി, ഒറ്റ സൈഡിലായി. ഞങ്ങളെ അമ്മയോട് നിങ്ങൾക്ക് ഭ്രാന്താണോ എന്ന ചോദ്യം രണ്ടുപേരും ഉയർത്തി. ഓക്കെ, അപ്പോൾ അമ്മ പറഞ്ഞു, ഞാൻ ഇന്ന് കുടുംബശ്രീയുടെ യോഗത്തിന് പോയപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ഓമനേച്ചി ചോദിച്ചു, നിങ്ങൾ അച്ഛനും മോനും തമ്മിൽ എന്താ ഇന്ത്യയും പാകിസ്ഥാനും പോലെയാണോന്ന്. എൻ്റെ അമ്മയുടെ അഭിമാനം ആകെ മൊത്തത്തിൽ വ്രണപ്പെട്ടു. ഇപ്പം നമുക്ക് ഇതിൻ്റെ ധാർമ്മികതയൊന്നും ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഓമന ചേച്ചിയുടെ മോൻ അച്ഛനെ കൊന്നതിന് ജയിലിലാണ്, പക്ഷെ അവരത് ചോദിക്കാണ്ടിരിക്കൂല. അതാണ് നമ്മുടെ നാടിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ എന്തു പറ്റി, അവരത് ചോദിച്ചു. അമ്മ ആകെ നാണം കെട്ടു. അമ്മ വീട്ടിൽ വന്ന് ഞങ്ങളുടെ 2 ആളെയും പെരടിക്കേറി. അപ്പോൾ എന്തു പറ്റി, ആകെ കുഴപ്പമായി. അപ്പോൾ എന്തു പറ്റി, അമ്മ പറഞ്ഞു ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല, ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണണം, അടിസ്ഥാനപരമായി അതാണ് വേണ്ടത്. വേഗം എന്ത് ചെയ്തു, ഞങ്ങളുടെ 2 ആളെയും വിളിച്ചിരുത്തി ഈ പ്രശ്നത്തിനൊരു സൊല്യൂഷൻ. അപ്പോൾ പറഞ്ഞു, രാവിലെ ഞാൻ എണീക്കുന്നത് 9 മണിക്കാണ്. അതാണ് അച്ഛൻ ഇഷ്ടപ്പെടാത്ത ആദ്യത്തെ കാര്യം. ഓക്കെ, അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞാൽ 5 മണിക്ക് എണീക്കണം. ഞാൻ പറഞ്ഞു പറ്റില്ല. അവസാനം 6:30 മണി എന്നൊരു സമയം ഫിക്സ് ചെയ്തു. 6:30 മണി എന്ന് പറഞ്ഞ സമയം ഞങ്ങൾ 2 ആളും കൂടെ ഫിക്സ് ചെയ്തു. ഓക്കെ, ഡ്രസ്സിങ്ങിൻ്റെ കാര്യം, കോളേജിൽ പോകുമ്പം ഇഷ്ടമുള്ള നിങ്ങൾ എന്ത് ചെയ്യണം, എക്സിക്യൂട്ടീവായി പ്രോപ്പറായി ഡ്രസ്സ് ചെയ്ത് പോകണം. പുറത്ത് പോകുമ്പോൾ ഇഷ്ടം പോലെ പോവാം. ഓക്കെ, രണ്ടാമത്തെ കാര്യത്തിലും പരിഹാരമായി. ഒരു ചെറിയ ബൈക്ക് വാങ്ങിത്തരാം. ഡ്യൂക്കൊന്നും പറ്റില്ല, ഒരു സാധാരണ ബൈക്ക്. ആ കാര്യത്തിലും തീരുമാനമായി. ഓക്കെ, അപ്പോൾ എന്തു പറ്റി, ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്കൊരു മ്യൂച്വൽ സെറ്റിൽമെൻറ്റിലെത്തി. ഓക്കെ, ഇനി അടുത്ത ദിവസം രാവിലെയായി. ഓക്കെ, നേരം വെളുത്തു. നേരെ പകുതിയിലാണ്. ഓക്കെ, എനിവേ ഇതൊന്ന് പറഞ്ഞു നിർത്തിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. നിങ്ങൾ ഇത് മാത്രം ശ്രദ്ധിക്കുക. അപ്പോൾ എന്താണ്, പിറ്റേ ദിവസം രാവിലെയായി. ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. ഒരു ലോ വേസ്റ്റ് പാൻ്റ് ഇട്ട് പുറത്തിറങ്ങി. അപ്പോൾ എന്തു പറ്റി, അമ്മ ചോദിക്കും നീ എവിടെ പോണു, ഇങ്ങനെ ഡ്രസ്സ് ചെയ്യരുതെന്ന് അച്ഛൻ പറഞ്ഞിട്ടില്ലേ? അപ്പം ഞാൻ എന്തു പറയും, അച്ഛൻ ഇവിടെ ഇല്ലല്ലോ.
അപ്പം അമ്മ ഒരു അച്ഛൻ കവലെ കാണും. അപ്പോൾ അച്ഛൻ അവിടെ നിന്ന് കണ്ടാലോ? അപ്പോൾ എന്തു പറ്റി? ഞാൻ തിരിച്ചകത്ത് കയറിപ്പോയി മാന്യമായി വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങി. ഓക്കെ. ഇനി അടുത്തത്, അച്ഛൻ രാവിലെ 5 മണിയാകുമ്പോൾ എന്നെ ചവിട്ടി എണീപ്പിക്കാൻ വന്നു. അപ്പോൾ അമ്മ അച്ഛനോട് എന്ത് പറയും? അവൻ 6:30 വരെ ഉറങ്ങാൻ നമ്മൾ സമ്മതിച്ചതല്ലേ, ഇനി എന്ത് ചെയ്യരുത്, അവൻ 5 മണിക്ക് പോയി വിളിച്ച് ശല്യം ചെയ്യരുത്. അപ്പോൾ അച്ഛൻ എന്ത് ചെയ്യേണ്ടി വരും? അച്ഛൻ സർവ്വശക്തനാണെങ്കിലും തിരിച്ചു പോകേണ്ടി വരും. അപ്പം നിങ്ങൾ നോക്കൂ, ഒരു മ്യൂച്വൽ എഗ്രിമെൻ്റ് ഒരു സമൂഹത്തിനിടയിൽ വന്നപ്പോൾ എന്തുണ്ടായി? അവിടെ ഒരു മിനിമം കോർഡിനേഷൻ ഉണ്ടായി. ഇതാണ് ഭരണഘടനയും ചെയ്യുന്നത്. ഈ രാജ്യത്ത് എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന ആര് പറഞ്ഞു? ഭരണഘടന പറഞ്ഞു. എവിടെ നിന്ന് പറഞ്ഞു? ജനങ്ങളോട് അനുവാദം ചോദിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ എന്തു പറ്റി? ഇനി ഉണ്ടാക്കുന്ന നിയമങ്ങളെല്ലാം ഭരണഘടനയ്ക്കനുസരിച്ചേ നമുക്ക് നിർമ്മിക്കാൻ പറ്റൂ എന്നായി. അതുകൊണ്ട് എന്തു പറ്റും? ഈ സമൂഹത്തിൽ ഒരു മിനിമം സോഷ്യൽ കോർഡിനേഷനും വെൽബീയിങ്ങും ഹാർമണിയും ഉറപ്പുവരുത്താൻ ആർക്ക് പറ്റും? ഭരണഘടനയ്ക്ക് പറ്റും. വീട്ടിൽ നമ്മളുണ്ടാക്കിയ ഈ മ്യൂച്വൽ എഗ്രിമെൻ്റ് പോലെ, വീടിൻ്റെ രാജ്യമായി കണ്ടാൽ അച്ഛനാണ് ഭരണകൂടം, ഞാനാണ് ജനം, അമ്മയാണ് ഞങ്ങൾക്കിടയിലെ ഇംപാർഷ്യലായ മധ്യവർത്തി, മീഡിയേറ്റർ, ജുഡീഷ്യറി. ഓക്കെ. അപ്പോൾ അതാണ് എന്ത്? ഞങ്ങൾ എഴുതിയുണ്ടാക്കിയ ആ മ്യൂച്വൽ എഗ്രിമെൻ്റാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. രാജ്യത്തിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെയാണ്, അത് അങ്ങനെ തന്നെയാണ് പ്രവർത്തിക്കുന്നതും. അതുകൊണ്ടാണ് അതിനെപ്പറ്റി പഠിക്കാൻ പറഞ്ഞത്. ഓക്കെ. 3ാമത്തെ പേപ്പർ എക്കണോമിക്സും സയൻസ് ആൻഡ് ടെക്നോളജിയും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ആ പേപ്പർ ഇതേപോലെ തന്നെ എക്കണോമിക്സ് നിങ്ങൾ പഠിക്കണം. അതിൻ്റെ കൂടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതൊരു വലിയ സീരിയസ് ആയ അഫെയർ അല്ല, ഒരു 15 മണിക്കൂറിൻ്റെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിക്കാവുന്ന കാര്യങ്ങളാണ്. സയൻസ് ആൻഡ് ടെക്നോളജി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹിന്ദുവിൻ്റെ സയൻസ് ആൻഡ് ടെക്നോളജി പേജ് ഫോളോ ചെയ്യുക, അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി അടുത്തത് പേപ്പർ 4 ആണ്. പേപ്പർ 4 എത്തിക്സ്, ഇൻറ്റഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡാണ്. അത് നിങ്ങളുടെ എത്തിക്സിനെയും ഇൻറ്റഗ്രിറ്റിയും ചോദ്യം ചെയ്യുന്ന സാധനങ്ങളാണ്. അവർ നിങ്ങളോട് എന്ത് ചെയ്യും? ചില സാഹചര്യങ്ങൾ തരും, നിങ്ങളാണെങ്കിൽ എങ്ങനെ പെരുമാറുമെന്ന് ചോദിക്കും. അതിനെ പറ്റിയിട്ടുള്ള കേസ് സ്റ്റഡികളാണ് അവിടെ വരുന്നത്. ഈ 4 പേപ്പറുകളും എസ്സേയും കൂടെ ചേർന്ന ടോട്ടൽ മാർക്കാണ് മെയിൻസിൻ്റെ മാർക്ക്. ഓക്കെ. ക്വാളിഫയിങ് എക്സാമിൻ്റെ മാർക്ക് അവർ കൂട്ടില്ല. ഓക്കെ. പിന്നെയുള്ളത് ഓപ്ഷണലാണ്. ഓപ്ഷണൽ സബ്ജക്റ്റ് എന്താണ്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാം. നിങ്ങൾ എന്ത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരാണെങ്കിലും, നിങ്ങൾക്ക് ഹിസ്റ്ററിയോ ജോഗ്രഫിയോ എക്കണോമിക്സോ പൊളിറ്റിക്കൽ സയൻസോ, ഓക്കെ, കൊമേഴ്സോ മാത്സോ വോട്ടെവർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാം. ആ വിഷയത്തിൽ ഓണേഴ്സ് നിലവാരത്തിൽ പഠിക്കുക. 2 പേപ്പറുകളുണ്ടാവും. ആ 2 പേപ്പറുകളും എഴുതിയാൽ 7 2 9 പേപ്പറായി. ഈ പേപ്പറുകളുടെ ആകെ മാർക്ക് ഇതിൽ നമ്മുടെ ക്വാളിഫയിങ് പേപ്പേഴ്സ് ആഡ് ചെയ്യില്ല. കമ്പൽസറി പേപ്പറുകളുടെ മാർക്കാണ്, ഓപ്ഷണൽ പേപ്പറിൻ്റെയും കൂടെ മാർക്കാണ് നിങ്ങളുടെ മെയിൻസിൻ്റെ മാർക്ക്. ഓക്കെ. അടുത്ത സ്റ്റേജ് ഒരു ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂ അറിവ് പരിശോധിക്കാനല്ല, അതൊരു പേഴ്സണാലിറ്റി ടെസ്റ്റാണ്. അതിൽ കിട്ടുന്ന മാർക്ക് കൂടെ ആഡ് ചെയ്താൽ മെയിൻസ് പ്ലസ് ഇൻ്റർവ്യൂ, അതാണ് നിങ്ങളുടെ ഫൈനൽ റിസൾട്ട് തീരുമാനിക്കുക. മെയിൻസിന് സാധാരണഗതിയിൽ 35% വരെ ആയിരിക്കും കട്ട് ഓഫ്. ഓക്കെ. അതിൻ്റെ കൂടെ ഇൻ്റർവ്യൂ മാർക്സും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? സിവിൽ സർവീസിൻ്റെ ഫൈനൽ റിസൾട്ട് നമുക്ക് കിട്ടുക. ഓക്കെ. അപ്പം ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും. സമയം ആക്ച്വലി അതിക്രമിച്ചതുകൊണ്ട് ഇത് തൽക്കാലം നമ്മളിവിടെ നിർത്തുകയാണ്. ഇനി നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങളുടെ ഈ ഫീഡ്ബാക്ക് ഫോം നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ഫില്ല് ചെയ്യുക. അതിനകത്ത് സിവിൽ സർവീസ് ഇൻട്രസ്റ്റ് പറയുന്ന ആളുകൾക്ക് വേണ്ടി കുറച്ചുകൂടെ എലാബറേറ്റഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ഒരു ഓറിയൻറ്റേഷൻ വയ്ക്കാം. ഓക്കെ. സിവിൽ സർവീസിൻ്റെ ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ഇതിൻ്റെ എല്ലാ സബ്ജക്റ്റുകളും ഡീറ്റെയിൽ ചെയ്യേണ്ടതാണ്. ഇങ്ങനെയല്ല ഇത് ചെയ്യേണ്ടത്. ആക്ച്വലി ദിസ് ഇസ് നോട്ട് ദ വേ. സിവിൽ സർവീസിൻ്റെ ഇൻട്രൊഡക്ഷൻ നിങ്ങൾ 2 മണിക്കൂർ സ്പെയർ ചെയ്യാവുന്ന പോലെ നമുക്ക് എന്ത് ചെയ്യാം? വേറൊരു ദിവസം നമുക്കത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ. താങ്ക് യു.